സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ തന്റേതായ നവീനമായ ആശയങ്ങളാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കേണ്ടവർ ഈ യുവാക്കളാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വിദേശത്തേക്ക് തങ്ങളുടെ പഠനകാര്യങ്ങളായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഉന്നതമായ മറ്റു മേഖലകളിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, മൂല്യചോദ്യം. ഒരുപക്ഷെ നമ്മുടെ സംസ്കാരമായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നയങ്ങളായിരിക്കാം, എല്ലാം കൊണ്ടും യുവാക്കളിലെ വളർന്നു വരുന്ന പുത്തൻ തലമുറയെ ഉയർത്തേണ്ട ഈ തലമുറയിൽ തന്റേതായ ആശയങ്ങളുടെ മൂല്യചോദ്യം ഇന്നത്തെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞു. Okay, next. Your time starts now. ആഭ്യന്തര കുടിയേറ്റങ്ങളിൽ ആരംഭിച്ച ചെന്നൈ, മുംബൈ പോലുള്ള നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങളിലൂടെ ഗൾഫ് രാജ്യങ്ങളിലെ കുടിയേറ്റങ്ങൾ വഴി ഇന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഭാരതത്തിലെ യുവാക്കൾ. യുവജനങ്ങളുടെ ഇത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്ന കുടിയേറ്റങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അഭിവൃദ്ധി നൽകുന്നു എന്നതിൽ നമുക്ക് തർക്കമില്ല. മെച്ചപ്പെട്ട ജോലി സമ്പാദിക്കുവാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുവാനും ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ അവരെ സഹായിക്കുന്നു. കുടിയേറ്റത്തിലൂടെ സാമ്പത്തികമായി ഉയരാൻ സാധിക്കുന്ന വിദേശത്തുള്ളവർക്ക് നാട്ടിലുള്ളവരെയും സാമ്പത്തികമായി ഉയർത്താൻ സാധിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഒറ്റയ്ക്കായി പോകുന്ന മാതാപിതാക്കൾക്ക് നല്ല മെഡിസിൻ നൽകുവാനും നല്ല വീട് നൽകുവാനും നല്ല പരിചാരകരെ നൽകുവാനും ഒക്കെ ഇത്തരത്തിലൂടെ സാധിക്കുന്നുണ്ട്. മാത്രമല്ല കാലാവസ്ഥ സമയം കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങളുടെ സംവാദത്തിനുള്ള സമയമാണ്. Your time starts now. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ്, വിദേശത്തേക്ക് കടന്നു വരുന്ന എല്ലാ യുവാക്കളുടെയും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, തങ്ങളുടേതായ കീർത്തി വീർപ്പിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന ഈ 4 വർഷത്തെ വിദ്യാഭ്യാസ നയം, പ്രത്യേകിച്ച് കോളേജ് വിദ്യാഭ്യാസങ്ങൾ സംബന്ധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ യുവാക്കൾക്ക് തീർച്ചയായും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു നയമാണ് റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ കുടിയേറ്റ ജനത കൊണ്ടുവരുന്ന, മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അറിവായിക്കോട്ടെ, സാങ്കേതിക വിദ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പരിചയ സമ്പത്തായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രങ്ങളിൽ നമ്മുടെ ഇവിടെ വളർന്നു വരുന്നവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മുടെ രാഷ്ട്രത്തെ ഉന്നതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. തീർച്ചയായും. എന്നാൽ അതേസമയം മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഒട്ടും മൂല്യമില്ലാത്ത ഒരു യുവ തലമുറയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കലോത്സവ മേഖലയായിക്കോട്ടെ, NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് പോലെയുള്ള മേഖലകളിലായിക്കോട്ടെ, ഈ സംഘടനകളിലൂടെയും കലോത്സവ വേദികളിലൂടെയും കടന്നു വരുന്ന ഏതൊരു യുവാവും തങ്ങളുടേതായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, തങ്ങളുടേതായ സാമൂഹിക രീതികളിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടുകളോടുകൂടിയാണ് ഒരു തലമുറ വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നവീനമായിട്ടുള്ള ഒരു പുത്തൻ തലമുറയിൽ നല്ലൊരു പൗരനെ വാർത്തെടുക്കാൻ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ യുവാക്കൾ വിദേശത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ വിടവാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നൊരു കാര്യത്തിൽ അതിന് വല്ലാത്ത ഇടവ് സംഭവിക്കുന്നുണ്ട്. മാതാപിതാക്കളെ ഞാൻ പറഞ്ഞല്ലോ, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ, മാതാപിതാക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ നൽകാനൊക്കെ ഇത്തരത്തിലൂടെ സാമ്പത്തിക ഉയർച്ചയിലൂടെ എത്തുന്നതിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല കുടിയേറ്റങ്ങൾ ആഗോളതലത്തിൽ സമൂഹങ്ങൾക്ക് ശക്തിയാണ് പകരുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ ജനത മലബാറുകളെ സമ്പന്നമാക്കി തീർന്ന ചരിത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മാത്രമല്ല യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലും ഒക്കെ കുടിയേറി അവിടെ വിജയപതാക ഉയർത്തിയ വെള്ളക്കാരെ നമുക്കറിയാം. കാനഡയിലേക്ക് കുടിയേറിയ പഞ്ചാബികൾ ഇന്ന് അവിടുത്തെ ജനസംഖ്യയുടെ 3% ഉയർന്നു. ഇച്ഛാശക്തിയുള്ള നമ്മുടെ ഇവിടുത്തെ കുടിയേറ്റ ജനതയ്ക്ക് അവരുടെ വിശ്വാസവും പാരമ്പര്യവും പൈതൃകവും മുറുകെ പിടിച്ചുകൊണ്ട് അന്യരാഷ്ട്രങ്ങളിൽ തലയുയർത്തി നിൽക്കുവാനും വിജയം നേടുവാനും സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും. ഒരു കാലത്ത് ഈ ഗൾഫ് മണിക്ക് അധികം മൂല്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ മൂല്യത്തിന്റെ നിർണയം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന രീതിയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് മണിക്ക് അത്ര തന്നെ മൂല്യമുണ്ടെന്ന് ഉദ്ഘോഷിക്കുന്നത് യാതൊരു അർത്ഥവും കാണുന്നില്ല. തെറ്റായ ധാരണയാണ്. 2022 ഇന്ത്യയിലേക്ക് കുടിയേറ്റ ജനതയിൽ നിന്ന് ലഭിച്ചത് $1 മില്യൺ ആണ്. ഇന്ന് ലോക രാഷ്ട്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വിദേശ പണം ഏറ്റവും അധികം മേടിക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട്.
2013 വേൾഡ് എക്കോണമിക് ഫോറം പറയുന്നതനുസരിച്ച് 5.28% വരുന്ന യുവതലമുറയാണ് വിദേശത്ത് അടിമപ്പണി ചെയ്യുന്നത്. അതായത് പാർട്ട് ടൈം ജോലികൾ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ, എത്രത്തോളം സ്റ്റാർട്ടപ്പ് മിഷനുകൾ കേരള സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള നവീനമായ ആശയങ്ങളിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളോ ഒരു അവയർനെസ് പ്രോഗ്രാം നമ്മുടെ യുവതലമുറയ്ക്ക് നൽകുന്നില്ല. മറ്റൊരു പക്ഷം ഏറ്റവും കൂടുതൽ കാര്യമാണ് MBBS നീറ്റ് പരിശീലനത്തിനായിട്ട് കോച്ചിങ് സെന്ററുകൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടി വരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യയുടെ നീറ്റ് പരീക്ഷകളിൽ പരാജയം സംഭവിച്ച വിദ്യാർത്ഥികളാണ് വളരെ അധികം ചെലവഴിച്ചുകൊണ്ട് കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ MBBS ബിരുദത്തിനായിട്ട് പോകുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്രിസ്തുമതം പ്രചരിക്കുന്നതിനായി യൂറോപ്പിൽ നിന്ന് വെള്ളക്കാർ ഇവിടെ വന്നെങ്കിൽ ഇന്ന് ഇവിടുന്നുള്ള കുടിയേറ്റം മൂലമാണ് ചിക്കാഗോ, മെൽബൺ പോലുള്ള രൂപതകൾ അവിടെ സൃഷ്ടിക്കുവാൻ സാധിച്ചത്. മാത്രമല്ല പറയുകയുണ്ടായി, ഒരു സംഘടനകളും മുന്നോട്ട് വരുന്നില്ലെന്ന്. എല്ലാ വിദ്യാഭ്യാസ സംഘടനകളും NCC, SPC പോലുള്ള സംഘടനകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. തങ്ങളുടേതായ ആശയം കൃത്യമായ രീതിയിൽ ഉന്നയിക്കാനോ സാമൂഹികമായിട്ടുള്ള പരിവർത്തനം ചെയ്യാൻ സാധിക്കാത്തതുമായ യുവാക്കളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം. ഇവിടെ ഇവർക്ക് മുമ്പിൽ സംസാരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറുകൾ ആയിക്കോട്ടെ, ഒട്ടും മൂല്യമില്ലാത്ത യുവാക്കളാണ് ഈ പറയുന്ന ഇന്റർവ്യൂ പോലുള്ള കാര്യങ്ങളിൽ കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും ഗുണകരമായ രീതിയിൽ ഉള്ള മൂല്യമുള്ള യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ, അല്ലെങ്കിൽ അതിന്റെ ഒരു കുറവ് തന്നെയല്ലേ ഇത്തരത്തിലുള്ള തീർച്ചയായും മൈഗ്രേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പലരും പോകുന്നത്. അവിടുന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിച്ച് ഇവിടെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്. സമയം കഴിഞ്ഞു.